നല്ല പോഷക സമൃദ്ധമായ ചെറുപയർ കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി തലേ ദിവസം തന്നെ ചെറുപയർ വെള്ളത്തിലിട്ടിരുന്നു. അത് കഴുകി വൃത്തിയാക്കി വാർത്തെടുത്ത് ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. ഈ ചെറുപയർ കറി പുട്ടിൻ്റെ കൂടെയും അപ്പം, നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല പോഷക സമൃദ്ധമാണ്. അപ്പോൾ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ പാകത്തിന് നമുക്ക് വേവിച്ചെടുക്കാം. ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ സവാള ഇടാം. സവാള നന്നായി വഴണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ശേഷം 2 അല്ലി വെള്ളുള്ളിയാണ് നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം. പിന്നെ പച്ചമുളക്, വേപ്പില എന്നിവ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റി എടുക്കാം. സവാളയുടെ കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. വീണ്ടും വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കുക്കർ തുറന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും ചേർക്കുന്നുണ്ട്. തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ അരപ്പ് ഈ ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് ഇളക്കിയെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടിപൊളി ചെറുപയർ കറി റെഡി.